Friends, welcome to my YouTube channel. Welcome to my video class. The last leaf, അവസാനത്തെ ഇല. To Greenwich Village, many people came who were interested in art. കലയിൽ താൽപ്പര്യമുള്ള ധാരാളം ആളുകൾ ഗ്രീനിച്ച് ഗ്രാമത്തിലേക്ക് വന്നിരുന്നു. They liked the bohemian life of the village and they enjoyed living among so many artists. ഗ്രാമത്തിലെ വിലക്കുകളില്ലാത്ത ജീവിതം അവർ ഇഷ്ടപ്പെട്ടു. അസംഖ്യം കലാകാരന്മാരോടൊത്തുള്ള ജീവിതവും അവർ ആസ്വദിച്ചു. The buildings and apartments were often very old and dirty, but thus only added to the interest of the place. കെട്ടിടങ്ങളും മുറികളുമൊക്കെ പലപ്പോഴും പഴയതും വൃത്തിയില്ലാത്തതുമായിരുന്നു. എന്നാൽ ഇത് ആ സ്ഥലത്തോടുള്ള താൽപ്പര്യം വർദ്ധിപ്പിച്ചതേയുള്ളൂ. At the top of an old 3-story brick house, Sue and Giovanna had their studio. ചുടുകട്ട കെട്ടിയ ഒരു പഴയ 3 നില കെട്ടിടത്തിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയിലായിരുന്നു സൂവിനും ജോവാനയ്ക്കും അവരുടെ സ്റ്റുഡിയോ ഉണ്ടായിരുന്നത്. ജോൺസി വാസ് ദ ഫെമിലിയർ നെയിം ഫോർ ജോവാന. ജോവാനയുടെ അറിയപ്പെടുന്ന പേര് ജോൺസി എന്നായിരുന്നു. One of them was from the state of Maine, the other from California. ഒരാൾ മെയിൻ സംസ്ഥാനക്കാരിയും മറ്റേയാൾ കാലിഫോർണിയയിൽ നിന്നുള്ളവളുമായിരുന്നു. They had met in the restaurant of an 8th Street hotel. 8th സ്ട്രീറ്റിലെ ഒരു ഹോട്ടലിലെ ലഘുഭക്ഷണശാലയിലാണ് അവർ കണ്ടുമുട്ടിയത്. Both were artists who had recently come to New York to make their living. കലാകാരികളായ അവർ ഇരുവരും ജീവിതവൃത്തി തേടി ഈയിടെയാണ് ന്യൂയോർക്കിൽ എത്തിച്ചേർന്നത്. There was in May. In November, a cold unseen stranger whom the doctors called pneumonia stalked about the city, touching one here and one there with his icy finger. അത് മെയ് മാസത്തിലായിരുന്നു. നവംബറിൽ ഡോക്ടർമാർ ന്യൂമോണിയ എന്ന് വിളിച്ച തണുപ്പുള്ള അദൃശ്യനായ ഒരു അപരിചിതൻ അവൻ്റെ മഞ്ഞുപോലുള്ള കൈവിരൽ കൊണ്ട് പട്ടണത്തിൽ അവിടെയും ഇവിടെയും ഓരോരുത്തരെ സ്പർശിച്ചുകൊണ്ട് പതുങ്ങി നടന്നു. He touched Jonesy and she lay scarcely moving on her painted iron bed, looking through the small window at the blank wall of the opposite building. അവൻ ജോൺസിയെയും തൊട്ടു. പെയിൻ്റ് അടിച്ച തൻ്റെ ഇരുമ്പു കട്ടിലിൽ ചലിക്കാനാവാതെ മറുവശത്തുള്ള കെട്ടിടത്തിൻ്റെ ശൂന്യമായ ഭിത്തിയിലേക്ക് തൻ്റെ മുറിയുടെ ചെറിയ ജനലിൽ കൂടി നോക്കിക്കൊണ്ട് അവൾ കിടന്നു. One morning, the busy doctor invited Sue into the hall. ഒരു ദിവസം രാവിലെ തിരക്കു പിടിച്ച ഡോക്ടർ സൂവിനെ ഹാളിലേക്ക് വിളിച്ചു. She has one chance in, let us say 10, he said as he shook down the mercury in his clinical thermometer. അവൾക്ക് 10-1 സാധ്യതയേയുള്ളൂ. തെർമോമീറ്ററിലെ രസനിരപ്പ് താഴ്ത്താനായി അത് കുടഞ്ഞുകൊണ്ട് ഡോക്ടർ പറഞ്ഞു. And that chance is for her to want to live. അവൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ മാത്രമേ ആ അവസരം കിട്ടുകയുള്ളൂ. But your little lady has made up her mind that she is not going to get well. പക്ഷേ നമ്മുടെ കൊച്ചു മഹതി താൻ സുഖം പ്രാപിക്കാൻ പോകുന്നില്ല എന്ന് തീരുമാനിച്ചിരിക്കുകയാണല്ലോ. ഹാസ് ഷീ എനിത്തിങ് ഓൺ ഹെർ മൈൻഡ്? അവളുടെ മനസ്സിൽ എന്തെങ്കിലുമുണ്ടോ? ഷീ wanted to paint the Bay of Naples someday, said Sue. അവൾ ഒരു ദിവസം ബേ ഓഫ് നേപ്പിൾസ് പെയിൻറ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നു. സൂ പറഞ്ഞു. നോ, സംതിങ് മോർ ഇമ്പോർട്ടൻറ്റ്, എ മാൻ ഫോർ ഇൻസ്റ്റൻസ്. അല്ല, അതല്ല, എന്തെങ്കിലും കൂടുതൽ പ്രധാനപ്പെട്ടത്, അതായത് ഉദാഹരണമായി ഒരാൾ. നോ, ഇല്ല. വെൽ, ഇറ്റ് ഈസ് ദ വീക്ക്നെസ് ദെൻ, സെഡ് ദ ഡോക്ടർ. ശരി, അപ്പോൾ പിന്നെ ക്ഷീണം കൊണ്ടായിരിക്കും, ഡോക്ടർ പറഞ്ഞു. ബട്ട് വെൻ എവർ മൈ പേഷ്യൻസ് ബിഗിൻ ടു കൗണ്ട് ദെയർ ലാസ്റ്റ് ഫ്യൂ മൊമെൻറ്റ്സ്, I subtract 50% from the curative power of medicines. പക്ഷേ എപ്പോഴെങ്കിലും എൻ്റെ രോഗികൾ അവരുടെ അവസാന നിമിഷങ്ങൾ എണ്ണി തുടങ്ങിയാൽ
രോഗശമനം വരുത്താനുള്ള മരുന്നിൻ്റെ ശക്തിയിൽ 50% കുറവ് വരുത്തും. If you can succeed in making her interested in something, in asking, for instance, about the latest styles in women's clothes, then I will promise you a 1 in 5 chance for her instead of 1 in 10. അവളെ ഏതെങ്കിലും കാര്യത്തിൽ തൽപരയാക്കാൻ നിങ്ങൾ വിജയിച്ചാൽ, ഉദാഹരണത്തിന് സ്ത്രീകളുടെ വസ്ത്രധാരണത്തിലെ ഏറ്റവും പുതിയ സ്റ്റൈലിനെ കുറിച്ചോ മറ്റോ ചോദിച്ച് അവളുടെ താൽപ്പര്യമുണർത്തിയാൽ 10ൽ 1 പകരം 5ൽ 1 സാധ്യത ഞാൻ വാഗ്ദാനം ചെയ്യാം. After the doctor had gone, Sue went into her own room and cried. ഡോക്ടർ പോയതിന് ശേഷം സൂ സ്വന്തം മുറിയിലേക്ക് പോയി കരഞ്ഞു. Later, trying not to show her sadness, she went into Johnsie's room whistling. പിന്നീട് അവളുടെ സങ്കടം പുറത്തു കാണിക്കാതിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് ചൂളം വിളിച്ച് ജോൺസിയുടെ മുറിയിലേക്ക് പോയി. ജോൺസി lay under the bedclothes with her face toward the window. ജോൺസി മുഖം ജനലിന് നേരെ തിരിച്ച് പുതച്ച് കിടക്കുകയായിരുന്നു. സൂ stopped whistling, thinking Johnsy was asleep. ജോൺസി ഉറങ്ങുകയാണെന്ന് വിചാരിച്ച് സൂ ചൂളമടിക്കുന്നത് നിർത്തി. But soon Sue heard a low sound, several times repeated. പക്ഷെ പെട്ടെന്ന് തന്നെ ഒരു നേരിയ സ്വരം പല പ്രാവശ്യം ആവർത്തിച്ച് സൂ കേട്ടു. She went quickly to the bedside. അവൾ പെട്ടെന്ന് കിടക്കക്കരികിലേക്ക് ചെന്നു. Johnsie's eyes were open wide. ജോൺസിയുടെ കണ്ണുകൾ വിശാലമായി തുറന്നിരുന്നു. She was looking out of the window and counting backwards. അവൾ ജനലിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് എണ്ണുകയായിരുന്നു, പുറകോട്ട് എണ്ണുകയായിരുന്നു. 12, she said, and a little later 11, and then 10, and 9, and then 8, and 7, almost together. 12 അവൾ എണ്ണി. അല്പനേരത്തിനു ശേഷം 11, പിന്നീട് 10, 9, 8, 7 എന്നിങ്ങനെ ഏതാണ്ട് ഒന്നിച്ച് എണ്ണി. Sue looked out of the window. സൂ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. What was there to count? എന്താണ് അവിടെ എണ്ണാനുള്ളത്? There was only a grey backyard and the blank wall of the opposite house. ഒരു നരച്ച പിന്നാമ്പുറവും എതിരെയുള്ള വീടിൻ്റെ ശൂന്യമായ ഭിത്തിയുമേ അവിടെ കാണാനുണ്ടായിരുന്നുള്ളൂ. An old ivy vine, dead at the roots, climbed halfway up the wall. ഒരു പ്രായമായ വള്ളിച്ചെടി, വേരൊക്കെ ഉണങ്ങി തുടങ്ങിയത്, ഭിത്തിയുടെ പകുതി ഭാഗം വരെ പടർന്നു കയറിയിരുന്നു. The cold breath of autumn had blown almost all the leaves from the vine until its branches were almost bare. ശരത്കാലത്തെ തണുത്ത കാറ്റ് ചില്ലകളൊക്കെ ഏതാണ്ട് ശൂന്യമാകുന്നതുവരെ അതിൻ്റെ ഇലകളെ ഏറെക്കുറെ മുഴുവനായും പറത്തിക്കളഞ്ഞിരുന്നു. What is it, dear? asked Sue. എന്താ മോളെ ഇത്? സൂ ചോദിച്ചു. 6, said Johnsy very quietly. 6, ജോൺസി പതുക്കെ പറഞ്ഞു. They are falling faster now. ഇപ്പോൾ അവ വേഗത്തിലാണ് വീഴുന്നത്. 3 days ago there were almost 100. 3 ദിവസം മുൻപ് ഏകദേശം 100 ഉണ്ടായിരുന്നു. It makes my heart ache to count them. It makes my headache to count them. അവ എണ്ണുമ്പോൾ എൻ്റെ തലവേദനിച്ചിരുന്നു. But now it's easy. എന്നാൽ ഇപ്പോൾ കാര്യം എളുപ്പമായി. There goes another one. അതാ വേറൊരെണ്ണം വീഴുന്നു. There are only 5 left now. ഇപ്പോൾ വെറും 5 ശേഷിച്ചിട്ടുള്ളൂ. 5. What? Dear, tell me, said Sue. എന്താ 5 മോളെ? എന്നോട് പറയൂ, സൂ ചോദിച്ചു. Leaves on the ivy vine. ഇലകൾ ആ ഐവി വള്ളിയിൽ അവസാനത്തെ. When the last one falls, I must go too. അവസാനത്തെ ഇല വീഴുമ്പോൾ ഞാനും പോകണം. I have known that for 3 days. 3 ദിവസമായി എനിക്കത് അറിയാം. Didn't the doctor tell you? നിന്നോട് ഡോക്ടർ പറഞ്ഞില്ലേ? The doctor didn't say any such thing. ഡോക്ടർ അത്തരം കാര്യമൊന്നും പറഞ്ഞില്ല.
There is pure foolishness, said Sue. ഇത് തീർത്തും വിഡ്ഢിതമാണ്, സൂ പറഞ്ഞു. What have old ivy leaves to do with your getting well? നീ സുഖം പ്രാപിക്കുന്നതുമായി ആ മൂത്ത ഐവി ചെടിയുടെ ഇലകൾക്ക് എന്താണ് കാര്യം? And you used to love that old vine so much. നീ ആ ചെടിയെ വളരെയധികം സ്നേഹിക്കുകയും ചെയ്തിരുന്നല്ലോ. Please don't be silly. നീ ഇത്ര കഥയില്ലാത്തവളാകല്ലേ. The doctor told me this morning that your chances of getting well soon were excellent. നീ വേഗം സുഖപ്പെടാനുള്ള സാധ്യത വളരെയേറെയാണെന്ന് ഡോക്ടർ ഇന്ന് രാവിലെ എന്നോട് പറഞ്ഞു. Now try to take some soup and let me get back to work so that I can make money to buy you some good port wine. ഇപ്പോൾ അല്പം സൂപ്പ് കഴിക്കാൻ ശ്രമിച്ചു നോക്കൂ. നിനക്ക് വേണ്ടി ഇത്തിരി നല്ല വൈൻ വാങ്ങാൻ പണമുണ്ടാക്കാൻ എൻ്റെ ജോലിയിലേക്ക് മടങ്ങാൻ എന്നെ അനുവദിക്കൂ. You need not get any more wine, said Johnsy, keeping her eyes fixed out of the window. നീ ഇനി വൈനൊന്നും വാങ്ങേണ്ട. കണ്ണുകൾ ജനലിന് വെളിയിൽ ഉറപ്പിച്ചുകൊണ്ട് ജോൺസി പറഞ്ഞു. There goes another. ഇതാ അടുത്തതും പോകുന്നു. That leaves just 4. ഇനി 4 ശേഷിക്കുന്നുള്ളൂ. I want to see the last one fall before it gets dark. രാത്രിയാകുന്നതിന് മുൻപ് അവസാനത്തേതും വീഴുന്നത് എനിക്ക് കാണണം. Then I'll go too. അപ്പോൾ ഞാനും പോകും. Johnsy, dear, said Sue, bending over her. ജോൺസി, മോളെ, അവളുടെ അടുത്തേക്ക് കുനിഞ്ഞുകൊണ്ട് സൂ വിളിച്ചു. Will you promise me to keep your eyes closed and not to look out of the window until I have finished working? എൻ്റെ ജോലി കഴിയും വരെ നീ കണ്ണുകൾ അടച്ച് ജനലിലൂടെ പുറത്തേക്ക് നോക്കാതിരിക്കാമെന്ന് എനിക്ക് വാക്കു തരാമോ? I must deliver these drawings tomorrow. ഈ ചിത്രങ്ങൾ എനിക്ക് നാളെ തന്നെ കൊടുക്കേണ്ടതാണ്. I need the light, otherwise I would pull down the curtain. എനിക്ക് വെളിച്ചം അത്യാവശ്യമാണ്, അല്ലെങ്കിൽ ഞാൻ ഈ കർട്ടൻ താഴ്ത്തിയിടുമായിരുന്നു. Couldn't you draw in the other room? asked Johnsy coldly. നിനക്ക് വേറെ മുറിയിലിരുന്ന് വരച്ചുകൂടെ? ജോൺസി തണുപ്പൻ മട്ടിൽ ചോദിച്ചു. I would rather stay here with you, said Sue. എനിക്കിവിടെ നിന്റെ അടുത്തിരിക്കാനാണ് കൂടുതൽ ഇഷ്ടം. Besides, I don't want you to keep looking at those silly ivy leaves. കൂടാതെ ഒന്നിനും കൊള്ളാത്ത ആ ഐവി ഇലകളിലേക്ക് നീ നോക്കിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് ഇഷ്ടവുമല്ല. Tell me as soon as you have finished, said Johnsy, closing her eyes and lying white and still. നീ ജോലി തീർത്താൽ ഉടനെ എന്നോട് പറയണം. വെളുത്തു വിളറിയ കണ്ണുകൾ അടച്ച് നിശ്ചലയായി കിടന്നുകൊണ്ട് ജോൺസി പറഞ്ഞു. Because I want to see the last leaf fall. കാരണം എനിക്ക് ആ അവസാനത്തെ ഇല വീഴുന്നത് കാണണം. I'm tired of waiting. I'm tired of thinking. കാത്തിരുന്നും ചിന്തിച്ചും ഞാൻ മടുത്തു. I'm tired of waiting. I'm tired of thinking. Try to sleep, said Sue a little later. ഉറങ്ങാൻ പറ്റുമോ എന്ന് നോക്ക്, അല്പം കഴിഞ്ഞ് സൂ പറഞ്ഞു. I must go downstairs for a minute to get Mr. Berman, who is going to sit as my model. എനിക്ക് ഒരു നിമിഷം താഴത്തെ നില വരെ പോകണം. എൻ്റെ മോഡലായി ഇരിക്കേണ്ട മിസ്റ്റർ ബർമാനെ കാണണം. But I will be right back. ഞാൻ ഉടനെ തന്നെ തിരിച്ചെത്തും. And don't move, and also please promise me not to look out of the window. അനങ്ങാതെ കിടക്കണം. ജനലിലൂടെ പുറത്തേക്ക് നോക്കില്ല എന്ന് എനിക്ക് ഉറപ്പു തരണം. Old Mr. Berman was a painter who lived on the first floor beneath them. വൃദ്ധനായ മിസ്റ്റർ ബർമാൻ അവർ താമസിച്ചിരുന്നതിൻ്റെ താഴെയുള്ള 2ാം നിലയിൽ താമസിച്ചിരുന്ന ഒരു ചിത്രകാരനായിരുന്നു. He was past 60. അദ്ദേഹത്തിന് 60 കഴിഞ്ഞിരുന്നു. ബർമാൻ was a failure in art. കലയിൽ അദ്ദേഹം ഒരു പരാജയമായിരുന്നു. He had always wanted to paint a masterpiece, but he had never yet begun to paint it. ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ചിത്രം വരയ്ക്കണമെന്ന് അദ്ദേഹം എല്ലാ കാലവും ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഇതുവരെ അത് തുടങ്ങാൻ പോലും അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. For many years, he had painted nothing except now and then something in the line of commercial
or advertising work. വ്യാവസായിക ആവശ്യത്തിനും പരസ്യത്തിനു വേണ്ടി വല്ലപ്പോഴുമൊക്കെ വരയ്ക്കുന്നതൊഴിച്ചാൽ വർഷങ്ങളായി അദ്ദേഹം ഒന്നും വരച്ചിരുന്നില്ല. He earned a little money by serving as a model for those young artists who could not pay the price for a regular model. സ്ഥിരം മോഡലുകൾക്കുള്ള പണം കൊടുക്കാൻ കഴിവില്ലാതിരുന്ന ചെറുപ്പക്കാരായ കലാകാരന്മാർക്ക് മോഡലായി സേവനം ചെയ്ത് അദ്ദേഹം അല്പം പണം സമ്പാദിച്ചിരുന്നു. But he always talked about the great masterpiece he was going to paint. പക്ഷെ താൻ വരയ്ക്കാൻ പോകുന്ന ഏറ്റവും ശ്രേഷ്ഠമായ രചനയെക്കുറിച്ച് അദ്ദേഹം എല്ലായ്പ്പോഴും പറഞ്ഞിരുന്നു. For the rest, he was a fierce little old man who regarded himself as a watchdog and protector for the two young artists living above him, of whom he was very fond. മറ്റുള്ളവരെ സംബന്ധിച്ച് അയാൾ ക്രൂരനായ ഒരു ചെറുവൃദ്ധനും താൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന തൻ്റെ തൊട്ടുമുകളിലുള്ള നിലയിൽ താമസിക്കുന്ന രണ്ട് ചെറുപ്പക്കാരികളായ ചിത്രകാരികളുടെ കാവൽ നായയായും സംരക്ഷകനായും കണക്കാക്കപ്പെട്ടിരുന്നു. സു ഫൗണ്ട് ബെർമാൻ ഇൻ ഹിസ് പുവർലി ലൈറ്റഡ് സ്റ്റുഡിയോ. മങ്ങിയ വെളിച്ചമുള്ള തൻ്റെ സ്റ്റുഡിയോയിൽ സു ബെർമാനെ കണ്ടു. In one corner of the room stood a blank canvas which had been waiting for 25 years to receive the first line of the promised masterpiece. 25 വർഷമായി താൻ പ്രതിജ്ഞ ചെയ്ത ശ്രേഷ്ഠ സൃഷ്ടിയുടെ ആദ്യ വര വീണ് കാണാൻ കാത്തിരിക്കുന്ന ഒരു ക്യാൻവാസ് ആ മുറിയുടെ ഒരു മൂലയിൽ ഉണ്ടായിരുന്നു. She told him of Johnson's fancy and how she feared she would indeed light and fragile as a leaf herself float away when her slight hold upon the world grew weaker. ജോൺസിയുടെ വിചിത്രമായ ഭാവനയെക്കുറിച്ച് അവൾ അദ്ദേഹത്തോട് പറഞ്ഞു. ഒരു ഇലയെപ്പോലെ ദുർബലയും ലോലയുമായ അവൾ ഈ ലോകത്തിന്മേലുള്ള അവളുടെ ബലഹീനമായ പിടുത്തമയയുമ്പോൾ അനന്തതയിലേക്ക് ഒഴുകിപ്പോകുമെന്ന് അവൾ എങ്ങനെ ഭയപ്പെടുന്നു എന്നും സു ബെർമാനോട് പറഞ്ഞു. Old Berman shouted, "Are there people in the world who are foolish enough to die simply because leaves fall from an old vine?" വൃദ്ധനായ ബെർമാൻ ഉറക്കെ ചോദിച്ചു, ഒരു ഉണങ്ങാറായ ചെടിയിൽ നിന്ന് ഇലകൾ കൊഴിയുന്നത് കൊണ്ട് മരിക്കുവാൻ മാത്രം വിഡ്ഢികളാണോ ഈ ലോകത്തിലുള്ള മനുഷ്യർ? I have never heard of such a thing. ഇത്തരമൊരു കാര്യം ഞാനിതുവരെ കേട്ടിട്ടില്ല. Why do you permit such silly ideas to come into her mind? അവളുടെ മനസ്സിലേക്ക് ഇത്തരം ബാലിശമായ ആശയങ്ങൾ കടന്നു വരാൻ നീ എന്തിനാണ് അനുവദിക്കുന്നത്? Oh, that poor little Miss Johnsy. ഓ ആ പാപം കൊച്ചു ജോൺസി. She is very ill and very weak, explained Sue, and the fever has left her mind full of strange ideas. അവൾക്ക് തീരെ സുഖമില്ല, തീർത്തും ക്ഷീണിതയും. സു വിശദീകരിച്ചു. പനി അവളുടെ മനസ്സു നിറയെ വിചിത്രമായ ഭാവനകൾ ശേഷിപ്പിച്ചിരിക്കുകയാണ്. ജോൺസി വാസ് സ്ലീപ്പിംഗ് when they both went upstairs. അവർ രണ്ടുപേരും മുകളിലെത്തിയപ്പോൾ ജോൺസി ഉറങ്ങുകയായിരുന്നു. സു pulled down the curtain and motioned Berman into the other room. സു കർട്ടൻ വലിച്ചിട്ടിട്ട് അടുത്ത മുറിയിലേക്ക് വരാൻ ബെർമാനെ ആംഗ്യം കാണിച്ചു വിളിച്ചു. There they looked out of the window fearfully at the vine. അവർ അവിടെ നിന്നും ഭയപ്പാടോടെ ജനലിലൂടെ ആ വള്ളിച്ചെടിയിലേക്ക് നോക്കി. Then they looked at each other for a moment without speaking. പിന്നെ ഒന്നും മിണ്ടാതെ ഒരു നിമിഷം അവർ പരസ്പരം നോക്കി. A cold rain was falling, mixed with snow. മഞ്ഞോടുകൂടിയ ഒരു തണുത്ത മഴ പെയ്യുന്നുണ്ടായിരുന്നു. Berman took a seat and prepared himself to pose for Sue as a model. ബെർമാൻ ഇരിപ്പിടത്തിലിരുന്ന് സൂവിനു വേണ്ടി മോഡലാകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി. When Sue woke up the next morning, she found Johnsy with dull, wide open eyes looking at the window. അടുത്ത ദിവസം രാവിലെ ഉണർന്നപ്പോൾ ജോൺസി വിരസമായ തുറന്ന കണ്ണുകളോടെ ജനാലയിലേക്ക് നോക്കുന്നതാണ് സൂ കണ്ടത്. Pull up the curtain. I want to see. Johnsy said quietly. Sue obeyed. കേർട്ടൻ ഉയർത്തു. എനിക്ക് കാണണം. ജോൺസി പതുക്കെ പറഞ്ഞു. സൂ അനുസരിച്ചു.
But oh, after the heavy rain and the strong wind, one leaf was still hanging on the vine. പക്ഷേ ഹോ, പെരുമഴയ്ക്കും ശക്തമായ കാറ്റിനും ശേഷം ഒരില മാത്രം വള്ളിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. The last leaf, അവസാനത്തെ ഇല, still dark green, it hung bravely from a branch some 20 feet above the ground. ഇപ്പോഴും കടും പച്ച നിറത്തിൽ, തറയിൽ നിന്ന് 20 അടി ഉയരത്തിൽ അത് ധൈര്യപൂർവം ഒരു ചില്ലയിൽ ചേർന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. It is the last one, said ജോൺസി. ഇത് അവസാനത്തേതാണ്, ജോൺസി പറഞ്ഞു. I thought it would surely fall during the night. രാത്രിയിൽ അത് തീർച്ചയായും വീഴുമെന്ന് ഞാൻ കരുതി. I heard the wind and the rain. ഞാൻ കാറ്റിൻ്റെയും മഴയുടെയും ശബ്ദം കേട്ടിരുന്നു. It will fall today and I shall die at the same time. ഇന്ന് അത് വീഴും, അതേസമയം തന്നെ ഞാനും മരിക്കും. Dear Johnsy, said Sue, placing her face close to Johnsy's on the pillow. പ്രിയപ്പെട്ട ജോൺസി, തൻ്റെ മുഖം ജോൺസിയുടെ മുഖത്തോട് തലയിണയിൽ ചേർത്ത് വെച്ച് സൂ പറഞ്ഞു. Think of me if you won't think of yourself. What shall I do? നീ നിന്നെക്കുറിച്ച് ചിന്തിക്കുന്നില്ലെങ്കിൽ എന്നെക്കുറിച്ച് ചിന്തിക്കൂ. ഞാനെന്തു ചെയ്യും? The day wore away, and even through the twilight they could see the lone ivy leaf clinging to its stem against the wall. പകൽ എരിഞ്ഞടങ്ങി. മങ്ങിയ വെളിച്ചത്തിലും ആ ഒരില ഭിത്തിയിൽ ചേർന്നിരിക്കുന്ന തണ്ടിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നത് അവർക്ക് കാണാമായിരുന്നു. And then with the coming of the night the north wind was again loosed and the rain began to fall heavily. പിന്നീട് രാത്രിയുടെ വരവായതോടെ വടക്കൻ കാറ്റ് അഴിച്ചുവിടപ്പെട്ടു. മഴ ശക്തിയായി വർഷിക്കാനും തുടങ്ങി. When it was light enough, Johnsy the merciless commanded that the curtain be raised. വേണ്ടത്ര വെളിച്ചമായപ്പോൾ ദേഷ്യക്കാരി ജോൺസി കർട്ടൻ ഉയർത്താൻ ആജ്ഞാപിച്ചു. The ivy leaf was still there. ആ ഐവി ഇല അപ്പോഴും അവിടെ തന്നെ ഉണ്ടായിരുന്നു. ജോൺസി lay for a long time looking at it. ജോൺസി ഏറെ നേരം അതിനെ തന്നെ നോക്കി കിടന്നു. And then she called to Sue. പിന്നീട് അവൾ സൂവിനെ വിളിച്ചു. I have been a bad girl, Sue, said Johnsy. ഞാനൊരു ചീത്തക്കുട്ടിയായിരുന്നു, സൂ, ജോൺസി പറഞ്ഞു. Something has made the last leaf stay there just to show me how bad I was. ഞാനത്ര മോശക്കാരിയാണെന്ന് കാണിക്കാൻ എന്തോ ഒന്ന് ആ ഇലയെ അവിടെ തന്നെ നിർത്തിയിരിക്കുകയാണ്. It is a sin to want to die. മരിക്കാൻ ആശിക്കുന്നത് പാപമാണ്. You may bring me a little soup now, and then put some pillows behind me, and I will sit up and watch you cook. ഇപ്പോൾ നീ എനിക്ക് അല്പം സൂപ്പ് കൊണ്ടുവരൂ, പിന്നെ എൻ്റെ പുറകിൽ ഏതാനും തലയണകൾ വയ്ക്കൂ. ഞാൻ ചാരിയിരുന്ന് നീ പാചകം ചെയ്യുന്നത് കണ്ടുകൊണ്ടിരിക്കാം. An hour later she said, Sue, some day I hope to paint the Bay of Naples. 1 മണിക്കൂർ പിന്നിട്ടപ്പോൾ അവൾ പറഞ്ഞു, സൂ, ഒരു ദിവസം ബേ ഓഫ് നേപ്പിൾസ് പെയിൻറ് ചെയ്യാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. The doctor came in the afternoon. ഉച്ച കഴിഞ്ഞ് ഡോക്ടർ വന്നു. Even chances, said the doctor, taking Sue's thin, shaking hand in his. ഭയപ്പെടാനില്ലാത്ത സ്ഥിതി. സൂവിൻ്റെ മെല്ലിച്ച വിറയ്ക്കുന്ന കൈ സ്വന്തം കയ്യിലെടുത്തുകൊണ്ട് ഡോക്ടർ പറഞ്ഞു, വിത്ത് ഗുഡ് നഴ്സിംഗ് യു വിൽ വിൻ. നല്ല പരിചരണം കൊണ്ട് നിനക്ക് വിജയിക്കാം. And now I must see another case I have downstairs. എനിക്ക് താഴത്തെ നിലയിലുള്ള ഒരു രോഗിയെ കാണേണ്ടതുണ്ട്. ബർമാൻ, his name is, some kind of an artist, I believe. ബർമാൻ എന്നാണ് അയാളുടെ പേര്. ഏതോ ഒരു കലാകാരനാണെന്ന് ഞാൻ കരുതുന്നു. ന്യൂമോണിയ ടു. അയാൾക്കും ന്യൂമോണിയ തന്നെയാണ്. He is an old, weak man and the attack is acute. അയാൾ വയസ്സനും ദുർബലനുമാണ്, കൂടാതെ രോഗം വളരെ ഗുരുതരവുമാണ്. There is no hope for him, but he goes to the hospital today to be made more comfortable. ആശയ്ക്ക് വകയൊന്നുമില്ലെങ്കിലും
കുറെ കൂടി സുഖപ്രദമാകുമെന്ന് കരുതി അയാൾ ഇന്ന് ആശുപത്രിയിലേക്ക് പോവുകയാണ്. The next day the doctor said to Sue, she is out of danger. അടുത്ത ദിവസം ഡോക്ടർ സൂവിനോട് പറഞ്ഞു, അവൾ അപകടനില തരണം ചെയ്തിരിക്കുന്നു. You won, നീ ജയിച്ചു. Nutrition and care now, that's all. ഇനിയിപ്പോൾ പോഷകാഹാരവും പരിചരണവും മാത്രം മതി. And that afternoon Sue came to the bed where Johnsy lay contentedly and put one arm around her, pillows and all. അന്ന് ഉച്ചതിരിഞ്ഞ് ജോൺസിയുടെ കിടക്കക്കരികിലേക്ക് സൂ ചെന്നു. സംതൃപ്തിയോടെ ഒരു കൈകൊണ്ട് അവളെ ചുറ്റിപ്പിടിച്ചു, തലയണ ഉൾപ്പെടെ. ഐ ഹാവ് സംതിങ് ടു ടെൽ യു, ഷീ സെഡ്. എനിക്കൊരു കാര്യം നിന്നോട് പറയാനുണ്ട്, അവൾ പറഞ്ഞു. മിസ്റ്റർ ബർമാൻ ഡൈഡ് ഓഫ് ന്യൂമോണിയ ടുഡേ ഇൻ ദ ഹോസ്പിറ്റൽ. മിസ്റ്റർ ബർമാൻ ന്യൂമോണിയ ബാധിച്ച് ആശുപത്രിയിൽ വച്ച് ഇന്ന് മരിച്ചു. ഹി വാസ് ഇൽ ഓൺലി ഫോർ 2 days. പനി ബാധിച്ചിട്ട് വെറും 2 ദിവസമേ ആയുള്ളൂ. ദേ ഫൗണ്ട് ഹിം ദ മോർണിംഗ് ഓഫ് ദ ഫസ്റ്റ് ഡേ ഇൻ ഹിസ് റൂം ഡൗൺ സ്റ്റെയേഴ്സ് ഹെൽപ്ലെസ് വിത്ത് പെയിൻ. ആദ്യ ദിവസം രാവിലെ താഴത്തെ നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ മുറിയിൽ വേദന മൂലം നിസ്സഹായ അവസ്ഥയിലാണ് അവർ അദ്ദേഹത്തെ കണ്ടത്. ഹിസ് ഷൂസ് ആൻഡ് ക്ലോത്തിങ് വർ വെറ്റ് ത്രൂ ആൻ ഐസി കോൾഡ്. അദ്ദേഹത്തിൻ്റെ ഷൂസും വസ്ത്രങ്ങളും മുഴുവനായും മഞ്ഞുപോലെ തണുത്തിരുന്നു. They couldn't imagine where he had been on such a dreadful night. ഇത്ര ഭയാനകമായൊരു രാത്രിയിൽ അദ്ദേഹം എവിടെയായിരുന്നുവെന്ന് അവർക്ക് ഊഹിക്കാൻ പോലും കഴിഞ്ഞില്ല. And then they found a lantern still lighted and a ladder that had been dragged from its place and some scattered brushes and a palette with green and yellow colors mixed on it. And look out the window, dear, at the last ivy leaf on the wall. അപ്പോഴാണ് അവർ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു റാന്തൽ കണ്ടത്. പിന്നെ വലിച്ചു മാറ്റപ്പെട്ട ഒരു ഏണി, ചിന്നിച്ചിതറിക്കിടക്കുന്ന ഏതാനും ബ്രഷുകൾ, പച്ചയും മഞ്ഞയും കൂട്ടിക്കലർത്തിയ നിറങ്ങൾ ചാലിച്ച തട്ട്. മോളെ, നീ ജനലിലൂടെ ഭിത്തിയിലെ അവസാനത്തെ ഐവി ഇലയിലേക്ക് നോക്കൂ. Didn't you wonder why it never fluttered or moved when the wind blew? കാറ്റടിച്ചപ്പോൾ അതെന്തുകൊണ്ട് ഇളകുകയോ ചലിക്കുകയോ ചെയ്തില്ലെന്ന് നീ അത്ഭുതപ്പെട്ടില്ലേ? Darling, it's Burman's masterpiece. He painted it there the night that the last leaf fell. മോളെ, അത് ബർമാൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ കലാസൃഷ്ടിയാണ്. അവസാനത്തെ ഇല കൊഴിഞ്ഞു വീണ രാത്രിയിൽ അദ്ദേഹം അത് അവിടെ വരച്ചു ചേർത്തു. Darling, it's Burman's masterpiece. He painted it there the night that the last leaf fell. Thank you for watching my video class.